എന്തുകൊണ്ടാണ് UAE ഒപെക് വിട്ടത്? UAEയുടെ തീരുമാനങ്ങൾ അതുകൊണ്ട് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ അവിടെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചു ആ ഒരു മുന്നേറ്റം അത് സ്വപ്നം കണ്ടുകൊണ്ട് UAE ഇരുന്നിരുന്നെങ്കിൽ പോലും അത് സാധ്യമാവുന്നില്ല. 2027 കൂടി തന്നെ പ്രതിദിനം 50 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒപെക് നിയന്ത്രണങ്ങൾ കാരണം തങ്ങളുടെ ശേഷി അത് ഏകദേശം 30% അത് കുറച്ചുകൊണ്ട് അത് മാത്രമാണ് ഇതുവരെ ഉൽപാദനം നടന്നതെന്നതാണ് സൂചിപ്പിക്കുന്നത്. ഏഷ്യൻ വിപണികളിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന ആവശ്യകത കണക്കിലെടുത്തുകൊണ്ട് തങ്ങളുടെ എണ്ണ വിഭവങ്ങൾ വേഗത്തിൽ അത് വിപണിയിലേക്ക് എത്തിക്കാൻ UAE ഒരുങ്ങുകയാണ്. ഇന്ത്യ പോലുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജ സുരക്ഷയും വില സ്ഥിരതയും നൽകുന്ന വലിയ ആശ്വാസമായി തന്നെ ഇത് വിലയിരുത്തുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ഹോർമോസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ട് അബ്ഷാഖൻ ഫുജൈറ പൈപ്പ് ലൈൻ വഴി ഇന്ത്യയിലേക്ക് കൂടുതൽ അസംസ്കൃത എണ്ണ എത്തിക്കുവാനും അതുപോലെ UAEക്ക് ഇത് സാധിക്കും എന്ന് വിലയിരുത്തൽ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ നീക്കത്തിലെ ഏറ്റവും വലിയ സവിശേഷതയാകട്ടെ ഈ ഒരു പൈപ്പ് ലൈനിലൂടെ തന്നെ ഇത് എത്തുന്നതാണ്. അബുദാബിയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് 380 മുതൽ 406 കിലോമീറ്റർ നീളുന്ന ഈ പൈപ്പ് ലൈൻ അത് ചെന്നെത്തുന്നത് ഒമാൻ കടൽ തീരത്തുള്ള ഫുജൈറ തുറമുഖത്താണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ 20% കടന്നു പോകുന്നത് നിലവിലെ സംഘർഷ സാധ്യതയുള്ളതുമായ ഹോർമൂസ് കടലിടുക്കിനെ ഇത് പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട്. പ്രതിദിനം 15 ലക്ഷം മുതൽ 18 ലക്ഷം ബാരൽ വരെ എണ്ണ ഇത് നീക്കം ചെയ്യാൻ ഈ പൈപ്പ് ലൈനിന് സാധിക്കും. ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ റിഫൈനറികൾ നേരത്തെ തന്നെ ഫുജൈറ വഴിയുള്ള ഇറക്കുമതി അവിടെ കൂട്ടിയിട്ടുണ്ട്. ഇനി ഒപെക് നിയന്ത്രണങ്ങൾ ഇല്ലാതായതിനാൽ തന്നെ കൂടുതൽ എണ്ണ ഈ ഒരു സുരക്ഷിത പാതയിലൂടെ തന്നെ തടസ്സമില്ലാതെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല UAEയുടെ പിന്മാറ്റം എങ്ങനെ ഇന്ത്യയെ കൂടുതലായി തന്നെ ബാധിക്കുമെന്നതാണ് മറ്റൊരാശങ്ക. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര ബന്ധം $200 ബില്യൺ ലക്ഷ്യമിട്ട് കുതിക്കുന്നതാണ്. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 9 മുതൽ 10% UAEയിൽ നിന്നാണ് എത്തുന്നത്. ഒപെക് നിയന്ത്രണങ്ങൾ മാറുന്നതോടുകൂടി തന്നെ മർബാൻ ക്രൂഡ് പോലുള്ള അതായത് അത്തരത്തിൽ എണ്ണ ഉൽപ്പന്നങ്ങൾ വലിയ അളവിൽ തന്നെ ഇന്ത്യക്ക് ലഭ്യമാകും. ആഗോള വിപണിയിൽ എണ്ണ വിതരണം കൂടുന്നത് വില കുറയ്ക്കുവാനും സഹായിച്ചേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിലും ഗുണകരമായ മാറ്റമുണ്ടാകും. യുദ്ധങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ തന്നെ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.